ഇനി ഇത് ഈ ഓണം ചിങ്ങം മാസം കല്യാണക്കാലം കൂടിയാണ് അല്ലേ? അപ്പോൾ ഈ കല്യാണക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരവധി വിവാഹങ്ങളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഈ മാസം 8-ാം തീയതി 300 വിവാഹങ്ങൾ ഗുരുവായൂരിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ വിവരങ്ങളൊക്കെ ആയിട്ട് രാജു ഗുരുവായൂർ ചേരുന്നുണ്ട്. ഒരുപാട് വധുവരന്മാർ ഈ ഗുരുവായൂരിൽ വന്ന് മംഗല്യം നടന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. രാജു, വലിയ തിരക്കുള്ള സമയമായിരിക്കും ഗുരുവായൂരിൽ അല്ലേ? എന്താണ് ഇന്ന് വിവാഹങ്ങൾ ഉണ്ടോ ഒരുപാട്? ഗുഡ് മോർണിംഗ് എൽദോ ആൻഡ് കൃഷ്ണേന്ദു. നമ്മൾ സൂചിപ്പിച്ച പോലെ ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ധാരാളം വിവാഹങ്ങൾ അന്ന് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നുണ്ട്. എൽദോ പറഞ്ഞ 347 വിവാഹങ്ങൾ ബുക്ക് ചെയ്തതായാണ് ദേവസ്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ആകുമ്പോൾ അതിലും കൂടാനാണ് സാധ്യത. അന്നത്തെ ദിവസം വലിയ ഒരുക്കങ്ങൾ ദേവസ്വം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വരനെയും വധുവിനെയും ഒരുക്കാനും തിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്രമപ്രകാരം വധുവരന്മാരെ കല്യാണ മണ്ഡപത്തിലേക്ക് അയക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4 കതിർ മണ്ഡപങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഒരെണ്ണം കൂടെ കൂടുതൽ കല്യാണം വരുന്ന നിലയ്ക്ക് ഒരെണ്ണം കൂടെ ഏർപ്പെടുത്താനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ബന്ധുക്കളുടെ വഴി നിയന്ത്രിക്കാനായി ദേവസ്വം സെക്യൂരിറ്റി വിഭാഗം ശക്തമായി രംഗത്തുണ്ടാകും. ക്ഷേത്ര പരിസരത്തെത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിലെ വൺവേ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ കിഴക്കു നിന്നും മേൽപ്പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഭക്തരും ഇടത്തോട്ട് തിരിഞ്ഞ് ദേവസ്വത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് നടയിലെത്തുന്ന ഭക്തർ ഇടത്തോട്ട് തിരിഞ്ഞ് വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്താവുന്നതാണ്. ക്രമാതീതമായ തിരക്കിൽ ആർക്കെങ്കിലും ദേഹാസ്വസ്ഥമുണ്ടാകുന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആംബുലൻസുകൾ അലർട്ട് ആക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഭക്തർ തങ്ങളുടെ ആഭരണങ്ങളും മറ്റും സ്വയം സൂക്ഷിക്കാൻ മുൻകരുതൽ എടുക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അസാധാരണമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ദേവസ്വം വലിയ മുൻകരുതൽ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ CCTV ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളതിനാൽ ഇവിടെ എത്തുന്ന എല്ലാവരും കൃത്യമായ നിരീക്ഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്നത് സ്വയം മനസ്സിലാക്കണം. കിഴക്കൻ നടയിൽ കോംപ്ലക്സിന് സമീപം പോലീസ് കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും ഡ്യൂട്ടിക്ക് പോലീസ് ഉണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയോ കൂട്ടം തെറ്റുകയോ ചെയ്താൽ കിഴക്കൻ നടത്തുന്നതിനോട് ചേർന്നുള്ള ഇൻഫർമേഷൻ കൗണ്ടറിൽ അറിയിക്കാവുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ ക്ഷേത്രാങ്കണം കനത്ത നിരീക്ഷണത്തിലാകും. ഞായറാഴ്ച ഉണ്ടാകുന്ന വലിയ തിരക്ക് നിയന്ത്രിക്കാനായി വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ദേവസ്വം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എൽദോ റൈറ്റ്. ഗുരുവായൂരിൽ 300-ലേറെ വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജു പറഞ്ഞത് 340-ലേറെ ബുക്കിംഗ് വന്നു എന്നാണ് ദേവസ്വം.